காற்றே அன்பை பொழிகிறதே ஆனந்த கீற்றே சடசடனு கண் ரெண்டும் தேன் தூவ நனைகிறதே என் நாயுள் ரேகையே படபடனே கை ரெண்டும் சீராட்ட விழுகிறதே நம் தோளில் மாலையே. എന്നെ ക്ഷണിക്കാൻ വന്നവരാണ് സംഘാടകര്. ഞാൻ കീർത്തി പങ്കെടുത്തോട്ടെ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അവക്കൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് കരുതി പറഞ്ഞതാ. പക്ഷേ അവക്ക് വിധിയില്ലാണ്ടായി പോയി. അതിന് ഞാൻ എന്ത് പിഴച്ചു? ഈ വീട്ടിലെല്ലാവരും വളരെ വിഷമത്തിലാണ്. അതിനിടയിൽ നീ ഇങ്ങനെ. കീർത്തിയുടെ കാര്യം ഓർത്ത് എനിക്ക് വിഷമില്ലെന്നാണോ അച്ഛൻ പറയുന്നേ? അതെ, ചിലങ്ക ഡാൻസ് ഫെസ്റ്റിന്റെ സംഘാടകര് കീർത്തിക്ക് കാഴ്ച നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞു. അവക്ക് ഡാൻസ് കളിക്കാൻ കഴിയില്ലല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് അവരെന്നോട് ചോദിച്ചു. അവര് നോട്ടീസ് വരെ അടിച്ചു അത്രേ. ഞാൻ അവരോട് എന്താ പറയണ്ടേ? കീർത്തിയുടെ കാര്യത്തിൽ സങ്കടമുണ്ട്. ഈ അവസരത്തില് മറ്റൊരു വഴിയുമില്ല. ഈ വർഷം ഒഴിവാക്കി നമുക്ക് അടുത്ത വർഷം ചെയ്യാന്ന് വരെ ഞാൻ പറഞ്ഞു. നോട്ടീസിൽ നിങ്ങളുടെ കലാക്ഷേത്രയുടെയും കീർത്തിയുടെയും പേര് വരെ വെച്ച സ്ഥിതിക്ക് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലെന്നാ അവര് പറയുന്നേ. കലാവതി ഡാൻസ് ഗ്രൂപ്പിന് അതൊരു നാണക്കേടുമാണ്. അതും ശരിയാണ്, ആളുകളുടെ വിശ്വസ്തത നഷ്ടപ്പെടും. ഒടുക്ക സംഘാടകര് പറഞ്ഞു കീർത്തിക്ക് പകരം അനുപമ തന്നെ ഡാൻസ് അവതരിപ്പിക്കണമെന്ന്. ഞാനാദ്യം പറഞ്ഞു എനിക്ക് വയ്യ. കീർത്തിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ വിഷമത്തിലും ഷോക്കിലുമാ ഞാൻ. എനിക്ക് ഏകാഗ്രത കിട്ടില്ലെന്ന് വരെ പറഞ്ഞു. അവർക്കൊരേ വാശി, ഞാൻ ഡാൻസ് അവതരിപ്പിക്കണമെന്ന്. ഒടുക്കം നമ്മുടെ ഡാൻസ് ട്രൂപ്പിന്റെ വിശ്വസ്തത കളയണ്ടല്ലോ എന്ന് കരുതി മാത്രം ഞാൻ സമ്മതം മൂളി. പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം. ഞാൻ ഡാൻസ് പെർഫോമൻസ് ചെയ്യരുത്. അതായിരിക്കും കീർത്തിയുടെ മനസ്സിലിരിപ്പ്. കണ്ണ് കണ്ടുകൂടാ. എന്നിട്ടും അസൂയയ്ക്കും അഹങ്കാരത്തിനും ഒരു കുറവുമില്ല. കീർത്തി രാഹുലും ഒന്നും അങ്ങനെ വെറുതെ പറയില്ല. ഈ വീട്ടിലെ മുന്നനുഭവം അതാണ്. ദേ അച്ഛാ, ഇളയമ്മയാണ് അത് ചെയ്തതെന്നാണോ മുത്തശ്ശനും പറയുന്നത്? അവര് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം കാണില്ലേ? അല്ലെങ്കിലും അച്ഛൻ എപ്പോഴും അവരുടെ ഭാഗത്താ. ഞാൻ ശത്രുവാണല്ലോ. എന്തിനാ എല്ലാരും കൂടി ചേർന്ന് എന്നെ? പരാതി കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല. അയ്യോ സർ, എന്താ ഇത്? രാഹുലുമായിട്ട് ഞാൻ സംസാരിക്കാം. നിങ്ങൾ ഇപ്പൊ പോവൂ. തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇളയമ്മ. അനുപമ വിഷം കലർത്തിയത് ആരെങ്കിലും കണ്ടിരുന്നോ സാർ? എന്തെങ്കിലും തെളിവ് വന്നിരുന്നു രാഹുൽ? ഇല്ല, തെളിവ് കണ്ടെത്തണം. അതാണല്ലോ ഞങ്ങളുടെ ജോലി. അവരുടെ ഭാഗം ചേർന്ന് എന്നെ കള്ളക്കേസിൽ കൊടുക്കാനാണോ സാറിന്റെ ഉദ്ദേശം? ഏയ്, ഞാൻ ആരുടെയും ഭാഗത്തല്ല. ഇവിടെ വെച്ച് ചോദ്യം ചെയ്യണമെന്നാണ് കരുതിയത്. അതിനിപ്പോ നടക്കില്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഞങ്ങളോട് സഹകരിക്കണം. സാർ, ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ. എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നേ? റോഷ, സാറ് പറയുന്ന കേട്ടില്ലേ? എന്നെ കൊണ്ടുപോകരുതെന്ന് പറ റോഷ. നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നു, പിന്നെ എന്തിനു ഭയക്കണം? ഇവരിങ്ങനെ തൂക്കിക്കൊല്ലാനല്ല കൊണ്ടുപോണത്, എല്ലാം ചോദിച്ചു മനസ്സിലാക്കാനാ. അതെ, മാഡം നിരപരാധിയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വിടും ഞാൻ. പക്ഷെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ പോകും. ആരാന്ന് ചോദിച്ച കേട്ടില്ലേ? ആരാന്ന്? രാഹുൽ, വേണ്ട, കളി വേണ്ട. ആരാ നീ? താനോ? എങ്കി എല്ലൊടിച്ചിട്ട് എന്നെ കാര്യം. താൻ എന്നെ പറ്റിക്കുമല്ലേ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഡോക്ടർ. രണ്ടുപേരും യുദ്ധത്തിലായിരുന്നുവെന്ന് സിസ്റ്റർ പറഞ്ഞല്ലോ. ചുമ്മാ ഒരു തമാശ. ഇങ്ങനെ വേണം ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയെയും ചിരിച്ചുകൊണ്ട് വേണം നേരിടാൻ. എനിക്കിഷ്ടമായി രണ്ടുപേരെയും. താങ്ക് യു ഡോക്ടർ. അല്ല, കണ്ണിന്റെ ചുറ്റിക്കെട്ടൊക്കെ ഒന്ന് അഴിക്കണ്ടേ? വേണം ഡോക്ടർ, ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. കീർത്തിക്ക് കാഴ്ച തിരികെ കിട്ടുമെന്ന് കരുതുക. കണ്ണുകൾ തുറക്കുമ്പോ എന്താണ് ആദ്യം കാണേണ്ടത്? പറയൂ കീർത്തി. എന്റെ രാഹുലിനെ കാണണം.